അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗ്ലൈവിൻ്റെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രെസോടെയും ഷാഡോയുടെയും കൂടെ ഒരു കിടിലം ബിയർ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വട്ടത്തെയും പോലെ ഈ വട്ടം നമ്മൾ മാച്ചിൻ്റെ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നീടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നേരെ കൈ തട്ടി പീക്കിലോട്ട് ആടി. കൈ തട്ടിയതാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളവിടെ തിരിച്ച് പോഞ്ചിനോക്ക് പിടിച്ചു. പീക്കിലൊക്കെ ആദ്യമേ പറയാനുള്ള അത്രയും നമ്മൾ റായ് സ്റ്റാർ ലെവലൊന്നും അല്ല ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാ വട്ടത്തിൽ നിന്നും ചെറിയൊരു ചേഞ്ച് വരാൻ വേണ്ടി കൈതട്ടിയാണേലും നമ്മൾ പോഞ്ചിനോക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ലൂട്ടൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലൂട്ട് സെറ്റാക്കി ഫൈറ്റിന് വേണ്ടി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ രണ്ടുപേരും ചത്തിട്ടുണ്ടായിരുന്നു. അവരെ രണ്ടുപേരും പൊക്കിയിട്ട് നേരെ ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ആ ഫാക്ടറിയുടെയും പോഞ്ചിനോക്കിൻ്റെ നടുക്കുള്ള ആർസലിൽ അവിടെ എനിമി വന്ന് ആർസലിൽ പറഞ്ഞ് ലൂട്ടുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മുടെ ഇരുന്ന ലോഞ്ചർ എടുത്തൊരു 2 വട്ടം, അത് M4 വെച്ച് എനിമിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. അപ്പോൾ ലോഞ്ചർ എടുത്ത് 2 വട്ടം അങ്ങോട്ട് പൊട്ടിച്ച് ഗ്ലൂ വാളും പൊട്ടിച്ച് 2 പേർക്ക് ഡാമേജും കിട്ടി. അപ്പോൾ കേസ് ഞാൻ കരുതി അവൻ നോക്കാവുന്നു. പക്ഷേ നമ്മുടെ ടീമിനെ അവിടെ അവൻ സുഖമായിട്ട് അടിച്ചിട്ട് അപ്പോൾ നമ്മളൊന്ന് നോക്കി നമ്മൾ നേരെ MP40 കൊണ്ട് കുത്തി പിടിച്ച് ആ എനിമീനെ എടുത്തപ്പോഴത്തേ അവരുടെ ടീം നല്ല സപ്പോർട്ട് കൊടുക്കാൻ ഓടി വന്നു. നമ്മുടെ എക്സ്ട്രാ സ്കില്ലായിട്ട് കിട്ടിയ ഡിമിത്രി ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി എൻ്റെ ചെയ്യുന്ന ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നെയ്ഡ് കുക്ക് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് കറങ്ങി അപ്പുറത്തോട് ഓടി ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീമിനെ അവൻ പൊക്കി വിട്ടു. എൻ്റെ ടീം അവിടെ ഞാൻ കില്ല് എടുക്കുമെന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ടായിരുന്നു കേസ്. പക്ഷേ നമ്മൾ ഡാമേജ് കൊടുത്ത എനിമിയുടെ കില്ല് നമ്മൾ തന്നെ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഫിനിഷിംഗ് മൂവ് ഇട്ട് ആ എനിമീനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 2 കില്ല് കൈ മടക്കി വെച്ചിട്ടുണ്ട് കേസ്. പക്ഷേ അവിടുന്ന് ആർസലിൽ ലൂട്ടി എൻ്റെ 2 ആർസൽ കീ ഉണ്ട്. അത് വെച്ചിട്ട് ആർസലിൽ ഉറക്കാൻ വേണ്ടി പോകുന്ന വഴി ഇവിടെ എനിമീനെ സ്പോട്ട് ചെയ്തു. ഞാൻ ഫ്രണ്ടിൽ വന്ന് നേരെ വന്നിറങ്ങി 2 നെയ്ഡ് കുക്ക് ചെയ്തപ്പോൾ എനിക്ക് പറയുന്നുണ്ട് നമ്മൾ കവർ എടുത്തു. അല്ലെങ്കിൽ നമ്മുടെ ടീം സപ്പോർട്ട് തരാൻ വേണ്ടി ഓടി വന്നു. എൻ്റെ നെയ്ഡിന് അവൻ്റെ ഡാമേജ് കിട്ടിയായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ടീം സുഖമായിട്ട് കയറി ആ എനിമീനെ അങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ ആ ലൂട്ടാൻ വേണ്ടി പതുക്കെ ഓടിച്ചത്. അപ്പോൾ നമുക്കൊരു ചിപ്പ് വേണമായിരുന്നു. അപ്പോൾ ഈ ലൂട്ടി കിടപ്പണമെന്ന് ടീം പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ വട്ടത്തിൽ അടി വരാൻ തുടങ്ങി. വീടിന് ചുറ്റും എനിമിയായി. അപ്പോൾ ഇവൻ ചിപ്പ് തരാൻ പറഞ്ഞ് ചിപ്പ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയല്ല ചിപ്പ് വന്നാൽ എനിക്ക് ലോങ് റേഞ്ച് അടിച്ചിടാൻ പറ്റും, എന്നാലും നമ്മുടെ ടീം ബോയ് അടിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വ്യക്തി അവൻ്റെ ചിപ്പ് മേടിച്ച് M4 അങ്ങ് 3 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ടീം അപ്പുറത്ത് ആർസലവിടെ ഉണ്ടായിരുന്ന ടീമിൻ്റെ ഏതോ ഒരു എനിമി ടീമിൻ്റെ അങ്ങനെ അടി കിട്ടി. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്തു. ഒന്നും നോക്കി നേരെ MP40 കുത്തി പിടിക്കാതെ കവർ എടുത്തു. അപ്പം നമ്മളും കവർ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കായി. അവനെന്തോ മണ്ടനായിരുന്നു തോന്നി. ഞാൻ ഹോർസിലേയും വെച്ച് പൊങ്ങിക്കൊണ്ടിരുന്നപ്പോഴും എന്നെ അടിച്ചില്ല. ഞാൻ ചാടി എണ്ണയിട്ട് ഗ്ലൂ വാളിട്ടു, MP40 എടുത്തു, കുത്തി പിടിച്ച് ആ കില്ലും എടുത്ത് 3 കില്ല് നമ്മുടെ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും നമ്മുടെ ടീം ഓടി വന്നു കേസ്. ഇതാണ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തെല്ലാം സപ്പോർട്ട് കാണും. അത് എന്നിട്ട് പറയും കുമ്മനടിച്ചിട്ട് പറയും സപ്പോർട്ടാണ്. നമ്മളവിടെ നോക്കായി കിടന്ന സമയത്ത് ഒരുത്തനും ഇല്ലായിരുന്നു. ആ പൊങ്ങി ആ എനിമിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഓടിയെത്തി. ഇവിടെ ഞാൻ അങ്ങ് ദൂരെ ആയിരുന്നോ എന്നൊക്കെ കാര്യം പറയും. നമ്മൾ ഒരുത്തനെ അടിച്ച് നോക്കാക്കി, നമ്മൾ നോക്കായി. ആ സമയത്ത് ഇമാർ അവിടെ അങ്ങും കാണത്തില്ല. അതേസമയം നമ്മൾ ഒരുത്തനെ അടിച്ച് ഫുൾ ഡാമേജ് കൊടുത്തു. ഒരു വെടി വെച്ച് അവൻ നോക്കാവുന്ന സമയത്താണ് ഇവന്മാർ വന്നൊരു വെടി വെക്കും. എന്നിട്ട് സപ്പോർട്ടാണ് വരുന്ന വഴിയിലുണ്ടായിരുന്ന 2-3 എനിമീനെ നോക്കാക്കിയിട്ട് നമ്മൾ ബിമാസ് ഷിപ്പിൻ്റെ ഇപ്പറയുള്ള LCP വീടിൻ്റെ അവിടെ എനിമീനെ സ്പോട്ട് ചെയ്ത് നമ്മൾ ടീമായിട്ട് തന്നെ അങ്ങോട്ട് റഷ് ചെയ്ത് കേസ്. ഇപ്പോൾ പുറയിലൊരു സോളോ ഡയർ വരുന്നുണ്ടായിരുന്നു. ആദ്യമേ അമ്മമാരെ കൊല, എന്നിട്ട് ആ സോളോ ഡയറിനെ എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കയറിച്ചത്. അപ്പോൾ നമ്മുടെ ടീം അവിടെ എനിമീനെ സ്പോട്ട് ചെയ്ത് ആദ്യം കയറി ഓടി. നമ്മൾ ഓടിച്ച് MP40 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടീം അത് കുമ്മി. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എടുത്ത് നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല, MP40 കുത്തി പിടിച്ച് ആ എനിമീനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. ഞാൻ കില്ല് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും വേറെ എനിമി വന്ന് നമ്മുടെ ടീമിനെ നോക്കാക്കി. ഒന്നും നോക്കിയില്ല, MP40 നേരെ ഒന്ന് കുത്തി പിടിച്ചവൻ ചത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി കേസ് അവനിപ്പോൾ അകത്ത് വരുമെന്ന് കയറി ഞാൻ അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ടീം ആ കില്ല് കൊണ്ടുപോയി. അങ്ങനെ ആ ടീമിനെ ഞങ്ങൾ വൈപ്പ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മുടെ ടീമിനെ പൊക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഓടി. അത് നമ്മുടെ ആദ്യമേ അതും പറഞ്ഞ അവർ സപ്പോർട്ടൊന്നുമില്ല, നിങ്ങളൊക്കെ എൻ്റെ ടീമാണെന്നൊക്കെ പറഞ്ഞ് ഏതായാലും എന്നെ ഒരു കയറ്റി ഞാൻ സോണിനകത്ത് കയറി പൊക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവനെ കയറി പൊക്കിട്ട് വന്നപ്പോൾ നമ്മുടെ ടീമിലുണ്ടായിരുന്ന ബാക്കി 2 ചത്തു. എൻ്റെ കോയിനുണ്ട്, പിന്നെ സോണി കയറി റിസ്ക് എടുത്ത് പൊക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് 2 പേര് നമുക്കൊരു അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സോണി കയറി റിസ്ക് എടുക്കുന്നില്ലാതെ നമ്മൾ നേരെ കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമിനെ നോക്കാട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുൾ ഡാമേജ് ആണെന്ന് പറഞ്ഞ് ഇവനെ നോക്കാക്കിയിട്ട് നോക്കുമ്പോൾ ഒരു ടീം വരുന്നു. ഒന്നും നോക്കിയില്ല, ഗ്ലൂ വാൾ ഇട്ട് നേരെ ചാടി MP40 കൂടി കുത്തി പിടിച്ച് അവന്മാരുടെ ടീമിനെ 2നെയും അങ്ങ് നോക്കാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി കവർ പിടിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ കില്ല് 2 ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ 4, 3, 5, 6 കില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി പേസ് ഇവിടെ ഒരുത്തൻ ഏതോ ഒരുത്തൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ഒന്നും നോക്കിയില്ല, MP40 കുത്തി പിടിച്ച് അവനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിമിത്രിയിട്ട് പോകാൻ നോക്കി. നമുക്ക് കിട്ടുന്ന കില്ല് നമ്മൾ പണ്ടേ അറിയാറില്ല. അപ്പോൾ ഹീലും ചെയ്ത് ലൂട്ട് സെറ്റാക്കിയപ്പോഴത്തേക്ക് താഴെ ടവറിൻ്റെ അവിടെ ഒരു നോക്ക്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ആയിട്ടൊരു കില്ല്. ഒന്നും നോക്കിയില്ല, നേരെ സ്കോപ്പ് ഇട്ട് അടിച്ച് ആ കില്ലും അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ 8ാമത്തെ കില്ലിൻ്റെ ലൂട്ട് അടിക്കാൻ പോകുന്ന വഴി അവിടെ ഒരു എനിമിനെ കണ്ട് ആ എനിമിനെ നമ്മൾ കൊണ്ട് ചുമ്മാ 2-3 വെടി വെച്ചപ്പോഴത്തേക്കും അവനും ചത്ത്. എന്നാ കേസിമാരൊന്ന് ഹീൽ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിനി ഒറ്റ എനിമിയിലുള്ള അവനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ കളി പോയി അടിക്കാം. ഇവിടുന്ന് അയർ സെറ്റ് ചെയ്യാൻ അവനെ സ്പോട്ട് ചെയ്യും ജസ്റ്റ്. അപ്പോഴത്തേക്കും മരത്തിൻ്റെ കവർ എടുത്ത് നിൽക്കുമായിരുന്നു. അവനോട് ഗ്ലൂ ആയിട്ട് കയറി വന്ന് ആ കല്ലിൻ്റെ പുറകിലോട്ട് കവർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അവനവിടുന്ന് റഷ് ചെയ്യുന്ന വഴി നമ്മൾ പടങ്ങനെ M4 ഡാമേജ് കൊടുത്ത് നേരെ കയറി ചെന്ന് MP40 കൊണ്ട് കുത്തിപ്പിടിക്കാൻ പോകുമായിരുന്നു. കുത്തിപ്പിടി അതിപ്പം BR ആയതുകൊണ്ട് നമ്മൾ കുത്തിപ്പിടി തന്നെയാണ് നോക്കുന്നത്. MP40 കുത്തിപ്പിടിക്കാൻ പോയപ്പോൾ അവനൊരു ഗ്ലൂ വാൾ ഇട്ടു. അത് കഴിഞ്ഞ് അവൻ ഇപ്പുറത്തൂടെ വരുന്ന ഞാൻ കണ്ടില്ല ഗൈസ്. അത് ജസ്റ്റ് ചെയ്ത് നമ്മളവിടെ ഗ്ലൂ വാൾ ഇട്ടപ്പോഴത്തേക്കും ഗ്ലൂ വാളിനകത്തൂടെ നമ്മളെ അടിച്ച് കൊന്നു ഗൈസ്. ഇതുപോലത്തെ കിടിലം ഫ്രീ ഫയർ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ വരുന്നതാണ്. ബൈ ബൈ.